ഹലോ, നമ്മളിപ്പോൾ ലിഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ആഴ്ചത്തെ ഗ്രോസറി പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. നമ്മൾ സാധാരണ വീക്ക്ലിയാണ് ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നത്. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള നമുക്ക് ലിഡിലിൽ നിന്ന് എടുക്കാം. കീറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വെജിറ്റബിൾസിൻ്റെയൊക്കെ കുറേ സീഡ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്കായിട്ട് മുളകിൻ്റെയും കുക്കുംബറിൻ്റെയും 2 പാക്കറ്റ് മേടിച്ചു. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനാണ്. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള മധുരക്കിഴങ്ങാണ്. ഇതിന് ഏകദേശം ഇവിടെ 3.49 യൂറോ ആണ്. ഇത് നമ്മുടെ വെളുത്തുള്ളി. എല്ലാത്തിൻ്റെയും വില ഇങ്ങനെ മേളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങൊക്കെ ഇത് 2.5 കിലോയ്ക്കാണ് 2.39 യൂറോ. സവാളയ്ക്ക് വന്നിട്ട് 3.29 യൂറോ ആണ്. ലിഡിൽ പ്ലസ് ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്തത് ഫ്രൂട്ട് സെക്ഷനാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിള്, പ്ലം, പെയർ, ഓറഞ്ച്, അങ്ങനെ കുറേ ഉണ്ട്. നമുക്കിവിടെ നിന്ന് 2 അവക്കാഡോ എടുക്കാം. നമുക്കിപ്പോൾ തൽക്കാലം അതുമാത്രം മതി ഇവിടുന്ന്. പിന്നെ നമുക്ക് പഴം മേടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഏത്തപ്പഴം അല്ല, ഒരു റോബസ്റ്റ അങ്ങനത്തെ ഒരു ടൈപ്പ് പഴമാണ്. ഈ സെക്ഷൻ ഫുള്ള് സ്നാക്സിൻ്റെയും സ്വീറ്റ് ഐറ്റംസിൻ്റെയും സെക്ഷനാണ്. കണ്ടില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നല്ല അടിപൊളി ഐറ്റംസാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവുമാണ് എല്ലാത്തിനും. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് 2 കസോൺ എടുക്കുന്നുണ്ട്. ഇന്ന് തിരക്ക് കുറവായിരുന്നു. രാത്രി 8 മണി വരെയാണ് ലിഡിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് മ്യൂസ്ലി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ. ഇത് ബയോ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 3.59 യൂറോ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല സാധനമാണ്. നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഗോതമ്പ് പൊടി. ഇതിൽ താഴെ ടൈപ്പ് 450, 630 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗോതമ്പിൻ്റെ എമൗണ്ടിനെയാണ് കാണിക്കുന്നത്. ഇതിൽ ലിഡിൽ പ്ലസ് ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് 1.21 കിട്ടും, അല്ലെങ്കിൽ 1.35 യൂറോ ആണ്. അടുത്തത് ഫുൾ നോൺ വെജ് സെക്ഷനാണ്. ഫിഷും പോർക്കും ബീഫും ചിക്കനും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ലാക്സ് എന്ന് എഴുതിയിട്ടുള്ള ഫിഷാണ് സാൽമൺ. ഇതിൻ്റെ 4 പീസിന് വന്നിട്ട് 10 യൂറോ ആണ്. ചിക്കൻ്റെയൊക്കെ ഓരോ പാർട്സായിട്ട് നമുക്ക് ബോക്സിൽ മേടിക്കാൻ കിട്ടും. ലെഗ് പീസ് മതിയെങ്കിൽ അങ്ങനെ. ഈ ബയോ എന്ന് എഴുതിയിട്ടുള്ളതിന് മാത്രം കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഈ സെക്ഷൻ ഫുള്ളും നോൺ വെജിന് വേണ്ടി മാത്രമുള്ളതാണ്. മുട്ടയ്ക്ക് തന്നെ ഇവിടെ പല കാറ്റഗറി ഉണ്ട്. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളുടെ മുട്ടയ്ക്ക് റേറ്റ് കൂടുതലായിരിക്കും. അല്ലാത്ത കോഴികളുടെ മുട്ടയ്ക്ക് വേറെ റേറ്റ് ആയിരിക്കും. എല്ലാ മുട്ടകളുടെ മേളിലും അത് എക്സ്പയർ ആവുന്ന ഡേറ്റും എഴുതിയിട്ടുണ്ടാവും. ഇത് ഗ്രീക്ക് യോഗേർട്ടാണ്. ഇത് നല്ല ഹെൽത്തി യോഗേർട്ടാണ്. ഇതിന് 2.19 യൂറോ ആണ്. ഇത് നമ്മൾ ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ടർക്കി കോഴിയുടെ ഇറച്ചിയാണ്. ഇത് 1 കിലോ ഉണ്ട്. ഇതിന് ഏകദേശം 6 യൂറോ അടുത്ത് വരും. പിന്നെ നമ്മൾ 2 പാലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ABCD എന്ന് എഴുതിയിരിക്കുന്ന ഇതിലുള്ള ന്യൂട്രിയൻസിൻ്റെ സ്കോറാണ്. ഇത് നമ്മുടെ ബസുമതി റൈസ്. ഇതിന് 1.61 യൂറോ ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മിഠായികളുടെ സെക്ഷനിലേക്ക് പോകാം. ഇത് ഫുള്ള് മിഠായികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പല ടൈപ്പ് മിഠായികളുണ്ട്. ബെൽജിയം ചോക്ലേറ്റ്സ്, റഫേലോ, ടോബ്ലറോൺ, അങ്ങനെ കുറേ മിഠായികൾ ഇവിടെ കാണാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് കുറച്ച് മിഠായികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷൻ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫുൾ ബിയർ, വൈൻ ആൻഡ് ലിക്കേഴ്സിൻ്റെ സെക്ഷനാണ്. അത്രത്തോളം വെറൈറ്റീസ് ഇവിടെയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബിയർ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. ഇവിടെ സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനേക്കാളും വില കുറവാണ് ബിയറിന്. നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ പ്രൈസ് ഡിഫറൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മളൊരു പിസ്സ എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഓവനിൽ വെച്ച് ജസ്റ്റ് ചൂടാക്കി കഴിക്കാം. ഇത് ഫ്രോസൺ ബെറീസിൻ്റെ സെക്ഷനാണ്. നമ്മളിവിടുന്ന് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ സ്മൂത്തി കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ സ്ട്രോബെറിയും ബ്ലൂബെറിയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഫുൾ ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്. അത് മുകളിൽ ഫ്രോസൺ ചീരയൊക്കെ ഉണ്ട്. ഈ കാണുന്നത് സാധാ കുടിക്കുന്ന വെള്ളത്തിൻ്റെ സെക്ഷനാണ്. കുടിക്കുന്ന വെള്ളത്തിനൊക്കെ 1.29 യൂറോ ആ റേഞ്ചിലാണ് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ജർമ്മനിയിൽ കുടിക്കുന്ന വെള്ളത്തിനേക്കാളും റേറ്റ് കുറവാണ് ബിയറിനെന്ന്. ഇത് ഇവിടെ കാണുന്ന പോലെ തന്നെ ബിയറിനൊക്കെ 55 സെൻറ്റ്, 99 സെൻറ്റ് ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ആവുന്നുള്ളൂ. സാധാ കുടിക്കുന്ന വെള്ളത്തിനാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ 1.29 യൂറോയും. ഇതൊക്കെ ചിപ്സിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇവിടെ നിന്നൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി 8 മണിയായി, കട അടയ്ക്കാറായി. നമുക്ക് പെട്ടെന്ന് പോയി ബില്ലടയ്ക്കാം.
ബില്ല് ചെയ്യുന്ന വീഡിയോ എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം 8 മണി ആയതുകൊണ്ട് തന്നെ കട അടയ്ക്കുമായിരുന്നു. അപ്പോൾ ബില്ലിംഗ് കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാഗിലേക്ക് എടുത്ത് വെക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രോളി എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലിഡിൽ ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ചൂസ്.